ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കി. ഉമ്മാമയാണ് ചെടിയൊക്കെ കെയർ ചെയ്യുന്നത്. അങ്ങനെ ചെടികളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിച്ചു വരാൻ നിന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ മുറ്റടിച്ചു വരുന്നത്. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി ഫുള്ള് ക്ലീൻ ചെയ്ത് എടുത്തു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് നല്ല ചൂടോടുകൂടിയുള്ള സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു, ചൂട് സമൂസയും നല്ല കട്ടൻ കാപ്പിയും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഉമ്മയും കുട്ടികളും പോയി. അടുത്ത് തന്നെയാണ്, അവർ വാങ്ങി വന്നു. അങ്ങനെ ചൂടോടെ കൂടെ തന്നെ സമൂസയും കട്ടൻ കാപ്പിയും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മോന് കഴിച്ചതിൻ്റെ കുറച്ച് മസാലയാണ് അവിടെ പ്ലേറ്റിൽ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൻ്റെ ബാക്ക് പുറത്തേക്ക് നടന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നെല്ലാം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇവിടുന്ന് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ചെമ്പരത്തി ചെടി ഉണ്ടായിട്ട് മോൾക്കൊരിത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഇതിൻ്റെ ചെറുതിൽ ഇതിൻ്റെ മുട്ടെടുത്തിട്ട് ഇതുപോലെ വരച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കുക, അപ്പോൾ ഒരു ശബ്ദം വരും. അങ്ങനെ അത് മോൾക്ക് കാണിച്ചു കൊടുത്തതാണ് ഉമ്മയും ഞാനും കൂടിയിട്ട്. പക്ഷേ എന്താ പറയുക, ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. സൗണ്ടൊന്നും വന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചോറിൻ്റെ പണിക്ക് നിന്ന്. അപ്പോൾ വിറകടുപ്പിലാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. ഉമ്മ വെള്ളം തിളച്ചപ്പോൾ ചോറിനുള്ള അരിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാറൊക്കെ ഉണ്ടാക്കുക, ഒരു മിനി സദ്യ പോലെ ഉണ്ടാക്കുക. സാമ്പാറും കൂട്ടുകറിയും പച്ചടിയും അവിയലും പിന്നെ ഒരു പായസം പിന്നെ മീൻ വറുത്തത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് പരിപ്പൊക്കെ ചേർത്ത്, ഞാനിത് എൻ്റെ രീതിയിലുള്ള സാമ്പാറാണ് വെക്കുന്നത്. സാമ്പാറൊക്കെ അവനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ചു. ഇനി വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്കയൊക്കെ ഒന്നെടുത്ത് തൊലി കളഞ്ഞെടുത്തു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ അനിയത്തി പറഞ്ഞ് അവൾ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അവൾ വെള്ളരിക്ക പച്ചടിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ സാമ്പാർ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ്. സാമ്പാർ പൊടി ഉമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ സാമ്പാറൊക്കെ ആയപ്പോൾ അതിലേക്ക് ചട്ടി കാച്ചി ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ അവിയൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സാമ്പാറും അവിയലും പായസവും ഞാനാണ് ഉണ്ടാക്കുന്നത്. പച്ചടിയും കൂട്ടുകറിയും ഉമ്മയാണ്. ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടുകറിയാണ്. നമ്മൾ സാധാരണ കൂട്ടുകറി ബ്രൗൺ കളറിലല്ല ഉണ്ടാവുക, ഉമ്മാൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഉമ്മ അതിനുള്ള പച്ചക്കായും ചേനയും കടലൊക്കെ ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കുരുമുളകും ചേർത്തിട്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പിലേക്ക് കുറച്ച് തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ സമയത്തേക്ക് കടലയും പച്ചക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പിന്നെ പച്ചടിൻ്റെ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഇതിലേക്ക് ചട്ടി അയച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉമ്മ പച്ചടിക്കുള്ള ചട്ടി അയച്ചതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ മോനും അനിയത്തിൻ്റെ മോനും കൂടിയിട്ട് കളിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് ഞാൻ. പിന്നെ എൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ തേങ്ങയിലേക്ക് പച്ചമുളകും ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തൈരും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് അതവിടെ അടച്ചു വെച്ചു. ഇനി പായസത്തിനുള്ള ഇതുണ്ടാക്കണം. അപ്പോൾ ഒരു വലിയ ചെമ്പടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ പൊട്ടിച്ചിട്ട് നന്നായി വറുത്തെടുത്ത് അപ്പോൾ അതൊന്ന് ഒരു കളറ് മാറി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടിയും
കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതും പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു നിസ്കരിച്ച് പിന്നെ ഇനി നമ്മൾ ചോറ് തിന്നാനിരുന്നു. അപ്പോൾ വാഴയിലയിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുത്തു. പിന്നെ സാമ്പാറും കൂട്ടുകറിയും അവിയലും പച്ചടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു മീൻ വറുത്തതുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മിനി സദ്യ കഴിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പായസവും കുടിച്ചു. പിന്നെ ഞാനും ഉമ്മയും കുട്ടികളും കൂടിയിട്ട് ഒന്ന് ബന്ധു വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. ചോറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ നടന്നിട്ട് പോകേണ്ട ദൂരമായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ പോയതൊന്നും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.